ഇന്നലെ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരർക്ക് പാകിസ്ഥാൻ ആർമിയുമായിട്ടുള്ള ബന്ധം ഒന്ന് വിശദീകരിക്കാം. അതായത് കഴിഞ്ഞ പഹൽഗാം ഭീകരാക്രമണ കേസിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരന്മാർക്ക് കൃത്യമായിട്ട് പാകിസ്ഥാൻ ആർമിയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ വലിയ പിന്തുണയുണ്ട്. അവർക്ക് ചെല്ലും ചെലവും കൊടുക്കുന്നത് പാകിസ്ഥാനാണ് എന്ന് കൃത്യമായിട്ട് ഇന്ത്യ ആദ്യഘട്ടം മുതലേ പറയുന്നതാണ്. അത് ഇന്ത്യയിൽ നിന്നുകൊണ്ട് മാത്രമല്ല, പല രാജ്യങ്ങളിൽ പറയാവുന്ന സ്ഥലങ്ങളിലെല്ലാം ഇന്ത്യ കൃത്യമായിട്ട് അത് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു കാര്യം ഇന്ത്യ മുന്നോട്ട് വെക്കണമെങ്കിൽ ഇന്ത്യയുടെ കയ്യിൽ, ഇന്ത്യ ഭരണകൂടത്തിൽ കൃത്യമായിട്ടുള്ള എവിഡൻസ് ഉണ്ടാവണം. അത് പാകിസ്ഥാൻ ആർമിയുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത്. പക്ഷേ ഇന്ത്യ ഇത്രയും നാൾ പറഞ്ഞ കാര്യത്തിന് എവിഡൻസ് ഒന്നും ഇതുവരെ ഇന്ത്യ ഇന്നതാണ് എന്ന് കൃത്യമായിട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലത്തെ ഈ അവർക്കെതിരെയുള്ള ഇന്ത്യയുടെ അറ്റാക്കിന് ശേഷം, അവർ മരണപ്പെട്ടതിന് ശേഷം ആ ആളുകളുടെ വിശദാംശങ്ങൾ വെച്ചിട്ട് ഇന്ത്യ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാൾ ഹാഷിം മൂസയാണ് ഈ പഹൽഗാം ഭീകരാക്രമണ കേസിലെ പ്രധാന സൂത്രധാരൻ, മാസ്റ്റർ ബ്രെയിൻ അയാളുടെ. ഇയാൾ പഴയ പാകിസ്ഥാൻ കമാൻഡോയാണ്. പാകിസ്ഥാൻ സൈന്യത്തിൽ ആർമി കമാൻഡോയാണ്. ആർമിയിലുണ്ടായിരുന്ന ആളാണ്. 2023 ഇയാൾ ലഷ്കർ ഇ തോയ്ബയിൽ ജോയിൻ ചെയ്തതും ലഷ്കർ ഇ തോയ്ബ വഴി ഇന്ത്യയിലേക്ക്, കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറുകയും പിന്നീട് നിരവധി ഭീകരാക്രമണ പദ്ധതികൾ തയ്യാറാക്കിയത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ഈ ഹാഷിം മൂസ എന്ന് പറയുന്നത്. ഈ പാകിസ്ഥാൻ സൈന്യത്തിലെ കമാൻഡോ ആയിരുന്ന ഘട്ടത്തിൽ തന്നെ തീവ്രവാദ സംഘടനകളുമായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്തുകയും അവരുടെ ആശയങ്ങൾ ഫോളോ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ പറഞ്ഞ ഹാഷിം മൂസ. ഹാഷിം മൂസയെ മൂസ ഫൗജി എന്നും അറിയപ്പെടാറുണ്ട്, സുലൈമാൻ ഷാ എന്നും വിളിക്കാറുണ്ട്. അതായത് ഇയാൾ പല പേരുകളിലാണ് ഇയാൾ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അതായത് വിവിധ സ്ഥലങ്ങളിൽ ഈ ലഷ്കർ ഇ തോയ്ബയുടെ ആശയങ്ങൾ അവരുടെ അനുയായികളിലേക്ക് അവതരിപ്പിക്കാൻ, അല്ലെങ്കിൽ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ വിവിധ പേരുകളിലാണ് ഇയാൾ അറിയപ്പെടുന്നത്. യഥാർത്ഥ പേര് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹാഷിം മൂസ എന്നുള്ളതാണ്. അപ്പോൾ ഇയാൾ 2023 ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ ലഷ്കർ ഇ തോയ്ബയുടെ സംഘത്തിൽപ്പെട്ട ഒരാളാണ്. ഈ പഹൽഗാം ആക്രമണ സമയത്ത് ഉപയോഗിച്ച ചൈനീസ് സാറ്റലൈറ്റ്, അതായത് ഇവർ ആശയവിനിമയത്തിന് ഉപയോഗിച്ചത് മൊബൈൽ ഫോണോ കാര്യങ്ങളോ ഒന്നുമല്ല, ചൈനീസ് സാറ്റലൈറ്റ് ഫോണാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. അത് പ്രവർത്തിപ്പിച്ചതിൻ്റെ സിഗ്നൽ ലഭിച്ചതായി രഹസ്യാന്വേഷണ വിഭാഗം അറിയിച്ചതിനെ തുടർന്നാണ് 2 ദിവസം മുമ്പ് സൈന്യം ഈ പ്രദേശം മുഴുവൻ വളഞ്ഞത്. അതായത് ഇവർ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ സമയത്ത് ഉപയോഗിച്ച അതേ ചൈനീസ് സാറ്റലൈറ്റ് ഫോണ് കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പേ ഇപ്പം കൊല ചെയ്യപ്പെട്ട ആ പ്രദേശത്ത് വെച്ച് ഇത് ഓണാക്കി എന്നുള്ള വിവരം കൃത്യമായിട്ട് ഇന്ത്യക്ക് ലഭിക്കുന്നു. സൈന്യം ഈ ഏരിയ മുഴുവൻ വളയുന്നു. സൈന്യം കൃത്യമായിട്ട് ഈ ഏരിയ വളഞ്ഞതിന് ശേഷം അവർക്ക് രക്ഷപ്പെടാനുള്ള യാതൊരു സാഹചര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് വസ്തുത. ബൈസാരനിലെ ആക്രമണത്തെ തുടർന്ന് ജമ്മു കാശ്മീർ പോലീസ് മൂസയെ കണ്ടെത്താൻ വിവരങ്ങൾ നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. ബാരാമുള്ളയിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട ആക്രമണത്തിലും മൂസയ്ക്ക് പങ്കുണ്ടായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 2023 ഇന്ത്യയിലേക്ക് ലഷ്കർ ഇ തോയ്ബയുടെ ആശയങ്ങളുമായിട്ട് നുഴഞ്ഞു കയറിയതിനു ശേഷം ഈ പല സ്ഥലങ്ങളിലായിട്ട് നടത്തിയ ചെറുതും വലുതുമായിട്ടുള്ള ഭീകരാക്രമണങ്ങളുടെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ആർമിയിലെ മുൻ കമാൻഡോ ആയിട്ടുള്ള ഹാഷിം മൂസ എന്ന് പറയുന്നയാളാണ്. ഇദ്ദേഹത്തിൻ്റെ പിൻബലത്തിലാണ് ഈ പറഞ്ഞ പഹൽഗാം ഭീകരാക്രമണത്തിന് പോലും കൂടുതൽ ആളുകൾ ഈ ആശയങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ആക്രമണത്തിന് തയ്യാറായത്. അതിനുള്ള മാസ്റ്റർ ബ്രെയിൻ, അതിനുള്ള പദ്ധതികളെല്ലാം തയ്യാറാക്കി ഇവരെ കൊണ്ടെല്ലാം ചെയ്യിക്കുന്നത് ഈ പറഞ്ഞ ഹാഷിം മൂസയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വന്നിട്ടുള്ള ലഷ്കർ ഇ തോയ്ബയിലെ ഒരു വലിയ ഭീകരനെ ഇന്ത്യ വധിച്ചു എന്നതാണ് വസ്തുത. അതായത് എല്ലാ ഭീകരാക്രമണങ്ങൾക്കും, അതായത് ലഷ്കർ ഇ തോയ്ബ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളതും ലഷ്കർ ഇ തോയ്ബ നടത്തിയിട്ടുള്ളതുമായ എല്ലാ ഭീകരാക്രമണങ്ങളുടെയും മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ഇയാളാണ്. അതുകൊണ്ട് തന്നെ ഒരു കൊടും ഭീകരനെ വധിച്ചു ഇന്ത്യ എന്ന് പറയുന്നതായിരിക്കും ശരി. വെറും പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ എന്ന് മാത്രം പറഞ്ഞ് ഒരു ഭീകരാക്രമണത്തിലേക്ക് മാത്രം ഒതുക്കി വെക്കേണ്ട ഒരാളല്ല ഇയാൾ എന്നുള്ളതാണ് വസ്തുത. ഈ പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷമുള്ള ആഴ്ചകളിൽ സുലൈമാൻ ഷാ മധ്യ കാശ്മീരിലെ ഗന്ദർബാൽ ജില്ലയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. 2 AK-47 തോക്കുകൾ ഉൾപ്പെടെ വൻതോതിൽ ആയുധങ്ങളും ഭീകരരിൽ നിന്ന് കണ്ടെടുത്തു. മറ്റൊരു ആക്രമണത്തിന് ഇവർ ഒരുങ്ങുന്നതിൻ്റെ സൂചന ഉണ്ടായിരുന്നുവെന്ന് സൈന്യം പറഞ്ഞു. ഇതിനിടെ കുപ്വാര ജില്ലയിൽ ഭീകരർക്ക് സഹായം ചെയ്തു കൊടുത്ത വാലി മുഹമ്മദ് മീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ പക്കൽ നിന്ന് വൻതോതിൽ ആയുധവും പിടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മുൻപും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നുഴഞ്ഞു കയറി വരുന്ന ഭീകരരാണെങ്കിലും, ഇനി അതല്ല ഒരു ഭീകര പ്രവർത്തനം നടത്താൻ വേണ്ടി മാത്രം വന്നു പോകുന്ന ആളുകളാണെങ്കിൽ പോലും
പ്രാദേശികമായിട്ട് വലിയ സപ്പോർട്ട് ജമ്മു കാശ്മീരിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവർക്ക് കിട്ടാറുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പം നമുക്ക് പ്രത്യക്ഷത്തിൽ പഹൽഗാം ഭീകരാക്രമണം തന്നെ എടുത്തു കഴിഞ്ഞാൽ പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള പ്രാദേശിക തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഈ ഭീകരർക്കെതിരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യ ജയ് ഹിന്ദ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ ഭീകരരുടെ കയ്യിൽ നിന്ന് ജമ്മു കാശ്മീരിനെ തിരിച്ചു പിടിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഭീകരരുമായിട്ടുള്ള സമ്പർക്കങ്ങളിൽ ഒരു പരിധിവരെ പണ്ട് കാലങ്ങളിൽ ഭീകരർ ഭീഷണിപ്പെടുത്തിയാണ് അവിടെ പ്രാദേശിക തലത്തിൽ അവർക്ക് താമസിക്കാനും അവർക്ക് വേണ്ട സൗകര്യങ്ങളും ഒക്കെ പ്രാദേശികമായിട്ടുള്ള ആളുകളിൽ നിന്ന് അവർ നേടിയിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഭീഷണിക്ക് വകവെക്കാതെ ആ ഭീഷണിയൊന്നും വില കൊടുക്കാതെ ആളുകൾ തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് ഇന്ത്യ എന്നൊരു വികാരത്തിലേക്ക് മടങ്ങി വരുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇന്നത്തെ ഈ കേസിൽ ഇപ്പോൾ ഈ ഭീകരർക്ക് അവിടെ ഒരാൾ സഹായം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഈ സഹായം ചെയ്തു കൊടുത്ത ആളുടെ വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെ ആ വീട് റെയ്ഡ് ചെയ്ത സമയത്ത് നിരവധി ആയുധങ്ങൾ AK-47 ഉൾപ്പെടെയുള്ള നിരവധി ആയുധങ്ങൾ മറ്റ് കുറച്ച് പടക്കോപ്പുകളും കാര്യങ്ങളൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, കുറച്ച് പണമൊക്കെ പിടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇന്ത്യ പഹൽഗാം ഭീകരാക്രമണം നടന്നതിൻ്റെ തൊട്ടു പിന്നാലെ പറഞ്ഞിരുന്നത് അവർ പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ വന്ന് ഭീകരാക്രമണം നടത്തി തിരിച്ചുപോയി എന്നുള്ളതായിരുന്നു. അത് ഒരു പക്ഷേ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞതായിരിക്കാം. കൃത്യമായിട്ട് ചൈനീസ് സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ച് അത് എവിടെ നിന്ന് ഓൺ ചെയ്തു, എവിടെ നിന്ന് ഓഫ് ചെയ്തു, ആ ഓഫ് ചെയ്തതിന് ശേഷം ആ ഏരിയയിലെ മൂവ്മെൻറ്റുകൾ എങ്ങനെയാണ്, ആ ഏരിയയിലെ ആളുകൾ എങ്ങോട്ടൊക്കെ പോയി എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഇൻ്റലിജൻസ് വിവരം കൃത്യമായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർ ബാരാമുള്ളയിലെ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പോഴൊന്നും ഇന്ത്യയുടെ ആർമിയോ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് ഒന്നും ആരോടും പറഞ്ഞിരുന്നില്ല പാകിസ്ഥാനിൽ നിന്ന് വന്ന് ഇവിടെ ആക്രമണം നടത്തി തിരിച്ചു പോയ ആളുകൾ ഇന്ത്യയിൽ തന്നെ തങ്ങുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നില്ല. പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏതെങ്കിലും രീതിയിൽ വാർത്ത ലീക്കാവുകയോ ഏതെങ്കിലും രീതിയിൽ ഇന്ത്യ അത് മനസ്സിലാക്കി അവരിവിടെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കി അവരെ പിടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്ന ഒരു വിവരം അവർ അറിയേണ്ടതില്ല എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു പദ്ധതി, പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലൊരു യുദ്ധമുണ്ടാകുന്നു. ആ യുദ്ധമുണ്ടായതിന് ശേഷം ഈ പറഞ്ഞതുപോലെ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ വലിയ ഒരു തർക്കത്തിലേക്ക് പോകുന്നു, വലിയ യുദ്ധത്തിലേക്ക് പോകുന്നു. ഈ ഘട്ടങ്ങളിലെല്ലാം ഈ ഭീകരർ ഇന്ത്യയിൽ തന്നെ താമസിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇന്ത്യയിൽ ഇവർ താമസിക്കുകയും ഇവരുടെ വരവ് പോക്ക്, ഇവരുമായിട്ട് ഇടപാടുകൾ നടത്തുന്ന ആളുകൾ തുടങ്ങിയവരെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ആർമിക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞതുപോലെ തന്നെ ചൈനീസ് സാറ്റലൈറ്റ് ഫോൺ അവർ ഓൺ ചെയ്യുന്നതും ആ ഓൺ ചെയ്തതോടുകൂടി കൃത്യമായിട്ട് ഏതാണ് ലൊക്കേഷൻ എന്ന് ഇന്ത്യൻ ആർമിക്ക് മനസ്സിലാവുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ വളരെ സുരക്ഷിതമായിട്ട് വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ ആളുകളെ ഫോളോ ചെയ്യുന്നുണ്ട്, അവരുടെ നീക്കങ്ങളൊക്കെ ഇന്ത്യ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എവിടെയാണ് ഇവർ കൃത്യമായിട്ട് ഒളിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിലായിരുന്നു ഒരു സംശയം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ ദിവസത്തോടെ മനസ്സിലാക്കി വളരെ പെട്ടെന്ന് തന്നെ ഇത് പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ട് ആളെയും അവരുടെ അനുയായികളെയും ഇന്ത്യക്ക് തകർക്കാൻ സാധിച്ചത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് വലിയ ഉണർവേകുന്നുണ്ട്, വലിയ ഊർജ്ജമാണ് അത് നൽകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.